MK ഹരിദാസ് ഇപ്പോൾ ഇന്ന് CPI വീണ്ടും പരസ്യമായി രംഗത്ത് വന്നിരിക്കുകയാണ്. അത് കെ പ്രകാശ് ബാബു ജനയുഗത്തിൽ എഴുതിയ ലേഖനത്തിലും അതുപോലെ തന്നെ പിന്നീട് അദ്ദേഹം മാധ്യമങ്ങളോട് പരസ്യമായി പറയുകയും ചെയ്തു. ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന്റെ റിപ്പോർട്ടിന്റെ ആവശ്യമില്ല ADGPയെ ക്രമസമാധാന പാലനത്തിൽ നിന്ന് മാറ്റാനെന്ന്. പക്ഷേ ഇതേ CPI തന്നെ LDF യോഗത്തിൽ മുഖ്യമന്ത്രി പറയുന്ന കാര്യം അത് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് അന്ന് LDF യോഗം പിരിഞ്ഞതും. പക്ഷേ ഇവിടെ ഒരു കാര്യം വ്യക്തമാണല്ലോ, ഈ DGPയുടെ അന്വേഷണം എന്ന് പറയുന്നത് അതൊരു വെറും പ്രഹസനമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. ഈ റിപ്പോർട്ടിന്റെ പോലും ആവശ്യമുണ്ടായിരുന്നില്ല. ഇപ്പോൾ RSS നേതാക്കളെ ADGP കണ്ടതിൽ നടപടിയെടുക്കാനെന്ന് ഘടകകക്ഷികൾ പോലും പറയുന്നുണ്ട്. നോക്കൂ, ചാനൽ ചർച്ചകളിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയോടും വിധേയത്വം പുലർത്താതെ എല്ലാവരെയും വിമർശിക്കുന്ന ഞങ്ങളെപ്പോലുള്ളവർക്ക് എന്നും CPM എന്ന് പറയുന്ന പാർട്ടി ചാർത്തി തന്നിരിക്കുന്ന പേരാണ് അരാഷ്ട്രീയവാദികളെന്ന്. സത്യത്തിൽ പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ് അരാഷ്ട്രീയം. ഏറ്റവും വലിയ അരാഷ്ട്രീയവാദികളായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന എന്താ പറയേണ്ടത്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നയിക്കുന്ന CPM മാറിയോ എന്നുള്ളൊരു സംശയം വരത്തക്ക തോതിലാണ് കുപ്രസിദ്ധി ആർജിച്ച എന്ന് തന്നെ പറയാവുന്ന ഒരു പോലീസ് ഓഫീസറെ സംരക്ഷിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കുപ്രസിദ്ധി ആർജിച്ച എന്നുള്ളത് പ്രതിപക്ഷത്തെ MLA പറയുന്നതല്ല, പ്രതിപക്ഷത്തെ അല്ലെങ്കിൽ MK ഹരിദാസ് പറയുന്നതല്ല, ഷാബു പ്രസാദ് പറയുന്നതല്ല, അവരുടെ ഭരണപക്ഷത്തെ ഒരു MLA അദ്ദേഹം തന്നെ പറയുന്നു, സഖാവ്, ഞാൻ സഖാവാണ്, എന്നെ കഴിഞ്ഞിട്ട് കേരളത്തിൽ നിന്ന് സഖാക്കളുള്ളൂ. അത്തരത്തിലുള്ള ഒരു വ്യക്തി ഈ വ്യക്തിയെ അങ്ങേയറ്റം കുപ്രസിദ്ധനാക്കിക്കൊണ്ട് പറഞ്ഞിട്ടും അദ്ദേഹത്തിനെതിരെ വിജിലൻസ് അന്വേഷണമോ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താനോ മുഖ്യമന്ത്രി എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. അവിടെ നമുക്കുള്ള ചോദ്യം ഇത്രയേ ഉള്ളൂ. തൃശൂർ പൂരത്തിന്റെ ഈ അലങ്കോലപ്പെടുത്തലും തൃശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയവുമായിട്ട് ഈ കൂടിക്കാഴ്ചയ്ക്ക്, ഈ RSS നേതാക്കളുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്കുള്ള ബന്ധത്തെക്കുറിച്ചിട്ടുള്ള ഒരു പുകമറയാണ് നമ്മളെയൊക്കെ ഇത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് വലിച്ചഴക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടോ മുൻപുള്ള ചർച്ചകളിൽ എനിക്കറിയില്ല. ഷിബു ബേബി ജോൺ അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോൾ 2013 ഗുജറാത്തിൽ പോയതിന് എന്തൊക്കെ കോലാഹലം സൃഷ്ടിച്ചവരാണ് ഈ CPM എന്ന് പറയുന്ന പാർട്ടി. അബ്ദുള്ളക്കുട്ടി ഗുജറാത്ത് ഭരണത്തെ അന്ന് CPMന്റെ കൂടെയാണ് അബ്ദുള്ളക്കുട്ടി ഗുജറാത്ത് ഭരണത്തെ പ്രകീർത്തിച്ചതിന്റെ പേരിൽ അദ്ദേഹവും അന്ന് അങ്ങേയറ്റം എന്താണ് പറയേണ്ടത് വിമർശനം നേരിടേണ്ടി വന്നിട്ടുണ്ട്. AK പ്രേമചന്ദ്രൻ ഒരു അടച്ചിട്ട ഹോട്ടൽ മുറിയിലല്ല, ഒരു പൊതുസ്ഥലത്ത്, അതായത് നമ്മൾ പറയില്ലേ പാർലമെന്റിന്റെ ക്യാൻറ്റീനിൽ ഇരുന്നു കൊണ്ട് പ്രധാനമന്ത്രിയോടുകൂടി ഇരുന്ന് ഒരു ചായ കുടിക്കാൻ കിട്ടിയ അവസരം ഉപയോഗിച്ചതിന് അദ്ദേഹത്തെയും അങ്ങേയറ്റം നമ്മൾ പറയില്ലേ നമ്മൾ വിമർശിച്ചിട്ടുള്ളവരാണ് ഈ CPM എന്ന് പറയുന്ന പാർട്ടി. ഒടുവിൽ EP ജയരാജന്റെ പണി പോയത് എന്തിനാ? ഒരു RSS നേതാവിനെ അല്ലെങ്കിൽ BJP നേതാവിനെ കണ്ടതിന്റെ പേരിലാണ്. ഇവിടെ നമുക്ക് അജിത് കുമാറിനെ ആരെയും കാണാം, അജിത് കുമാറിന് ഇന്ന ആളെ കാണാൻ പാടുള്ളൂ, ഇന്ന ആളെ കാണാൻ പറ്റുള്ളൂ. പക്ഷെ അദ്ദേഹം ഒരു തൊപ്പി ധരിക്കുന്നുണ്ട്. ADGPയുടെ ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ ഒരു തൊപ്പി ധരിച്ച ഒരു വ്യക്തി ഇത്തരത്തിൽ ഒരു രഹസ്യ കൂടിക്കാഴ്ചയ്ക്ക് പോയിട്ടുള്ളത് എന്തിനാണ് എന്നറിയാൻ നികുതിദായകർക്ക് അവകാശമുണ്ട്. കാരണം ഈ മുഖ്യമന്ത്രിയും ശമ്പളമായി കൈപ്പറ്റുന്നത് നമ്മുടെ നികുതിപ്പണമാണ്, ഈ ADGPയും കൈപ്പറ്റുന്നത് നമ്മുടെ ശമ്പളമാണ്, നമ്മുടെ നികുതിപ്പണമാണ്. ആ നിലയ്ക്ക് ഇതിന്റെ സത്യാവസ്ഥ നമുക്കറിയാൻ നമുക്ക് അവകാശമുണ്ട്. പിന്നെ താങ്കൾ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ള ഈ CPI എന്ന് പറയുന്ന പാർട്ടിയുടെ ദുർബലാവസ്ഥയെ കുറിച്ചിട്ട് ഇത് പറഞ്ഞ് അവസാനിപ്പിക്കാൻ ദയവ് ചെയ്ത് സമ്മതിക്കണം. എന്ത് ഗട്ട്സ് ആണ് ഈ CPIക്കുള്ളത്? ഇത് CK ചന്ദ്രപ്പന്റെയും വെളിയം ഭാർഗവന്റെയും കാലമല്ല മഞ്ജുഷേ. അവരുടെ കാലത്തൊക്കെയാണ് ഇപ്പൊ ഇത്തരത്തിലുള്ള നമ്മൾ പറയില്ല, ഇന്നൊക്കെ CPIയുടെ മുഖപത്രത്തിലൊക്കെ ഇത്തരത്തിലുള്ള ഒരു എഡിറ്റോറിയലൊക്കെ വായിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിന് എന്തെങ്കിലും ഒരു ചലനം സൃഷ്ടിക്കാം. ഇന്ന് വരെ നമ്മുടെ കാനൻ രാജേന്ദ്രന്റെ കാലം തൊട്ടിട്ട് ഇപ്പോഴത്തെ ബിനോയ് വിശ്വത്തിന്റെ കാലം വരെ MN സ്മാരകത്തിൽ നിന്നും AKG സെന്ററിലേക്കുള്ള ദൂരം മാത്രമേ ഉള്ളൂ ഈ വിളിച്ചു പറയലിനെ. അവിടെ അടച്ചിട്ട മുറിയിൽ ഇരുന്നു കൊണ്ടുള്ള ഒരു ചർച്ച കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന ഇവർ ചിരിച്ചുകൊണ്ട് പറയും ഒരു മുന്നണിയാവുമ്പോൾ പല വിധത്തിലുള്ള വിട്ടുവീഴ്ചകളും ചെയ്യേണ്ടി വരും, അതിനപ്പുറമുള്ളതൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല, സംഭവിക്കുകയുമില്ല എന്ന് തന്നെയാണ്. ഈ മുന്നണി എന്ന രീതിയിലുള്ള വിട്ടുവീഴ്ചകൾ ചെയ്തു. AKG സെന്ററിൽ കഴിഞ്ഞ തവണത്തെ LDF യോഗത്തിൽ മുഖ്യമന്ത്രി എന്തു പറഞ്ഞു അക്കാര്യം അതേപടി അംഗീകരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരികയും ചെയ്തു. ഇന്ന് CPIയിൽ നിന്ന് അത് പ്രകാശ് ബാബു ആണ് അങ്ങനെ ഒരു ലേഖനം എഴുതിയത്. അത് മാത്രമല്ല അദ്ദേഹം പരസ്യമായി പറയുകയും ചെയ്തു. പക്ഷേ ബിനോയ് വിശ്വം ഇന്ന് ഒരു അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുമില്ല. ശ്രീ